ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കോളർ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്നാണ്. ഞാനിവിടെ കാണിക്കാൻ പോകുന്ന കോളർ ഹാഫ് കോളറാണ്. നിങ്ങൾക്ക് ചുരിദാറിൻ്റെ ടോപ്പിനോ കുർത്തിക്കോ അതുപോലെ തന്നെ ബ്ലൗസിനോ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ഈ കോളർ തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഫ്രണ്ട് പാനൽ സാധാരണ പോലെ തന്നെ നെക്ക് തയ്ച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലൈനിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ഫ്രണ്ട് നെക്ക് തയ്ക്കുക. ഞാനിവിടെ ഫ്രണ്ട് പാനലിൻ്റെ നെക്ക് തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസ് തുണി വെച്ചിട്ട് സാധാരണ പോലെ തന്നെ തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ബാക്ക് പാനലിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പാനൽ എടുത്തിട്ട് അതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഞാനിതിവിടെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കോളർ വയ്ക്കുന്നതുകൊണ്ട് ബാക്ക് നെക്ക് ഒരുപാട് താഴ്ത്തിയിട്ട് കട്ട് ചെയ്യണ്ട. അതായത് നെക്കിൻ്റെ ഇറക്കം 1 ഇഞ്ചോളം എടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് താഴത്തേക്ക് ഇറക്കിയ കോളർ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കോളർ വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോളം താഴേക്ക് നെക്കിൻ്റെ അളവ് അടന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് അത് കൂട്ടി യോജിപ്പിച്ച് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാനലും ബാക്ക് പാനലും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 ഷോൾഡറും നമ്മൾ അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ഹാഫ് കോളർ ആയതുകൊണ്ട് നമുക്ക് ആ കോളറിൻ്റെ അളവൊന്ന് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പാനലിൻ്റെ അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് ഷോൾഡറിൻ്റെ കൂട്ടി യോജിപ്പിച്ച ഭാഗത്തു നിന്നും താഴത്തേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. 2 സൈഡിലും ഇതുപോലെ ഓരോ ഇഞ്ച് വീതം. ഞാനിവിടെ 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾക്ക് കോളറിൻ്റെ അളവ് എത്രയാണോ താഴത്തേക്ക് വേണ്ടത്, അതായത് ഫ്രണ്ടിലത്തെ നെക്കിൽ എത്ര കോളർ വരുന്നോ അത്രയും അളവെടുക്കും. നിങ്ങൾക്ക് 2 ഇഞ്ച് താഴത്തേക്ക് വരുന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഞാനിവിടെ 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മറ്റു സൈഡിലും അതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് ആ അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ആ പോയിന്റിൽ നിന്ന് തുടങ്ങി മറ്റേ പോയിന്റ് വരെ എത്രയാണ് അളവ് എന്ന് നോക്കുക. അപ്പോൾ നന്നായി തുണി വലിച്ചു പിടിച്ചിട്ട് അളക്കുക. അതുപോലെ മറ്റേ പോയിന്റ് വരെ എത്രയാണെന്ന് അളന്ന് നോക്കാം നമുക്ക്.
അപ്പോൾ ഇവിടെ വരുന്നത് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 10 ഇഞ്ച് എടുക്കുക. അതിന് ശേഷം ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തതിന് ശേഷം ആ 10 ഇഞ്ച് നമുക്കതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ക്യാൻവാസ് പേപ്പർ എടുക്കുക. അതിന് ശേഷം 10 ഇഞ്ച് നീളത്തിൽ നമുക്കൊരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ 10 ഇഞ്ച് നമ്മൾ അവിടെ അടയാളപ്പെടുത്തും. ശേഷം താഴത്തേക്ക് നിങ്ങൾക്ക് കോളറിൻ്റെ വീതി എത്രയാണോ വേണ്ടത് അപ്പോൾ അത് അത്രയും വീതി എടുക്കാം. ഞാൻ 1 ഇഞ്ചോളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് 2 ഇഞ്ച് വീതിയുള്ള കോളർ വേണമെന്നെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനുശേഷം ആ പോയിൻ്റ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുക്കാം. ശേഷം അത് രണ്ടായിട്ട് നടുമടക്കിയതിന് ശേഷം നമുക്കൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറുതായിട്ടൊരു കർവ് കൊടുക്കുക ഒരു ഭാഗത്തെ കോർണറിൽ. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഈ ഷേപ്പല്ല സ്ക്വയർ ഷേപ്പ് തന്നെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ കർവ് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസ് തുണി എടുക്കുക. നമ്മൾ കോളർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണി ഏതാണോ അതുപോലെ 2 പീസ് തുണി എടുത്തിട്ട് മുകളിലായിട്ട് വയ്ക്കുക. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചതിന് ശേഷം ഒരു തുണിയിൽ നമ്മൾ ഈ വെട്ടി വെച്ച ക്യാൻവാസ് പേപ്പർ അയൺ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഞാനിവിടെ അയൺ ചെയ്തു. അതിനുശേഷം ഇത് ഈ 2 തുണികൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ തുണികളുടെ നല്ല ഭാഗങ്ങൾ ചേർത്ത് വയ്ക്കുക. ഇതുപോലെ നല്ല ഭാഗങ്ങൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം, അതായത് ക്യാൻവാസ് പേപ്പറിൻ്റെ താഴ്ഭാഗം അല്ലാതെ മുകൾ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഈ കർവ് മുതൽ മുകൾ ഭാഗം താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കളയാം ബാക്കി ഭാഗങ്ങൾ. നമുക്ക് നെക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക സ്റ്റിച്ച് ലൈനിൻ്റെ മുകളിലായിട്ട്. എന്നിട്ടത് നല്ല വശത്തേക്ക് മറിച്ചിടാം. അതായത് ക്യാൻവാസ് പേപ്പർ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്കത് നല്ല വശത്തേക്ക് മറിച്ചിടാം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് എളുപ്പമായിരിക്കും തയ്ക്കാനായിട്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക മടക്കിയിട്ട്. അങ്ങനെ പ്രസ് ചെയ്തൊന്ന് അയൺ ചെയ്താൽ എളുപ്പമായിരിക്കും. എന്നിട്ട് ആ എഡ്ജിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്യാൻവാസ് പേപ്പർ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച ഭാഗത്തെ തുണി നമുക്ക് ആ ക്യാൻവാസ് പേപ്പറിൻ്റെ ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ നെക്ക് എടുത്തിട്ട് ഇത് അറ്റാച്ച് ചെയ്യാം. അപ്പം അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ, അതായത് ക്യാൻവാസ് പേപ്പറിൻ്റെ സ്റ്റിക്ക് ചെയ്തുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ക്യാൻവാസ് പേപ്പറോട് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ആ തുണി ഉള്ളിലേക്ക് ഇതുപോലെ ഉള്ളിലേക്ക് നീറ്റായിട്ട് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മടക്കി വെക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം കൂടി ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്റ്റിച്ച് ചരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ മടക്കി ഒന്ന് അയൺ ചെയ്താൽ എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ കോളർ നെക്ക് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്ച്ചതിന് ശേഷം നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ കോളറിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബ്ലൗസിനോ അല്ലെങ്കിൽ കുർത്തിക്കോ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ഇതുപോലെ കോളർ വെച്ച് കൊടുക്കാം. അങ്ങനെ കോളർ വെച്ചിട്ട് നമുക്ക് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും തയ്ച്ച് കൊടുക്കാം.